വോട്ട് ചെയ്തതിന്റെ തെളിവായി വിരലിലെ മഷി അടയാളം കാണിച്ചാൽ ഹോട്ടൽ ബില്ലിൽ 10% ഇളവ്. മലപ്പുറം കുറ്റിപ്പുറത്തെ ഒരു ഹോട്ടലിൽ വോട്ടെടുപ്പ് ദിനം നൽകിയ സ്പെഷ്യൽ ഓഫർ ആയിരുന്നു ഇത്. ഒരുപാട് കുടുംബങ്ങളും യുവാക്കളുമൊക്കെ ഈ ഓഫർ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം, ഈ ഓഫർ വോട്ടെടുപ്പ് ദിനത്തിൽ മാത്രമായിരുന്നു. അരുൺ അമർനാഥാണ് നമ്മുടെ കൂടെ ഉള്ളത്. അരുണെ, ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. വോട്ടെടുപ്പ് ദിവസം മാത്രമുള്ള ഒരു ഓഫർ ആയിരുന്നു. നമ്മളിനി പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് കണ്ട് വീണ്ടും ആൾക്കാർ പോകരുതല്ലോ. അങ്ങനെ ആ ഓഫർ തീർന്നിരിക്കുകയാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യുന്നു, വോട്ട് ചെയ്തവർക്ക് വേണ്ടി ഒരു ഓഫർ കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ആ ജനാധിപത്യത്തിലൊരു മനോഹരമായ ഒരു കാഴ്ച എന്ന രീതിയിൽ കൂടി നമുക്ക് ഈ ഒരു ഹോട്ടൽ അവരൊരുക്കിയ ഒരു ഓഫറിനെ കൂടി കാണാൻ പറ്റുമല്ലേ? വോട്ട് ചെയ്യുക നിങ്ങളുടെ അവകാശമാണ് എന്ന് അത് വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ എടുത്തു പറയാൻ പാകത്തിനൊരു പ്രവൃത്തിയാണ് ആ ഹോട്ടൽ അവരുടെ ആ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായത്. ശരിക്കും ആ ഹോട്ടലുകാരെ സംബന്ധിച്ച്, അവിടെയുള്ള ജനങ്ങളെയൊക്കെ സംബന്ധിച്ച് ഈ ഓഫർ എങ്ങനെയായിരുന്നു അവർക്ക്? പൂജ, നമ്മളൊക്കെ പലപ്പോഴും ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ കാണുന്ന ആളുകൾ തന്നെയല്ലേ. അതൊക്കെ പലപ്പോഴും ആ ലാഭത്തിനും അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ മികവിനും ഒക്കെ വേണ്ടിയിട്ടാകാം. പക്ഷേ ഇത് ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഓഫർ, അത് വളരെ ചുരുക്കമൊക്കെ നമ്മൾ കാണുകയുള്ളൂ. എന്നാലും കുറ്റിപ്പുറത്തെ ഹോട്ടലിൽ അതൊരു ആഘോഷമായി എന്നതാണ്. ചോറും മീനും എന്ന് പറയുന്ന ആ ഹോട്ടലിലായിരുന്നു ഈ വോട്ട് മഷി പുരട്ടി എത്തിയ എല്ലാവർക്കും 10% ഡിസ്കൗണ്ട് നൽകിയത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ പ്രചാരണവും നടത്തി. അങ്ങനെ വലിയൊരു ജനത്തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പോളിംഗ് ബൂത്തിൽ ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ കണ്ടു. എന്നാലും കടയുടമ രാജേഷ് വളരെ ആസ്വദിച്ചുകൊണ്ടാണ് ആ ഡിസ്കൗണ്ട് നൽകിയതും അത് ആളുകൾ ഏറ്റെടുത്തതും അതേ രീതിയിൽ തന്നെയായിരുന്നു. വലിയൊരു ആത്മസംതൃപ്തി രാജേഷ് കാണിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള ആശയങ്ങൾ, സർഗാത്മക ആശയങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നമ്മുടെ ജനാധിപത്യ ബോധം ഉയർത്താമെന്നുള്ളതൊക്കെയാണ് രാജേഷ് മനസ്സിൽ ചിന്തിക്കുന്നത്. അതെ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ അത് ആഘോഷിക്കുക. പലരും ആഘോഷിക്കുന്നത് ഇത്തരത്തിലുള്ള സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് എന്നുള്ളത് കൂടിയാണ്. രാജേഷ് എന്തായാലും അത് ആഘോഷിച്ച് തകർത്തിട്ടുണ്ട്. ഒപ്പം കുറ്റിപ്പുറത്തുകാരും അതിനോടൊപ്പം കൂടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ സർഗാത്മകമായ ആശയം വരട്ടെ, നമ്മുടെ മൂല്യങ്ങൾ ഉയർത്തി തന്നെ പിടിക്കട്ടെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഉത്സവം തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ഒരു മൂല്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്, ആ നാട്ടിലെ ഹോട്ടൽ ഒരുങ്ങി അത് വീണ്ടും വീണ്ടും കൂടുതൽ അങ്ങ് ആഘോഷമാക്കിയിരിക്കുകയാണ്. അങ്ങനെ വോട്ടർമാരും അതിനോടൊപ്പം തന്നെ ചേർന്നു എന്നുള്ളതാണ്. എല്ലാവരും ഹാപ്പി.